അടുത്ത ടോപ്പിക്ക് നോളജ് അക്വസിഷൻ ആണ്. നോളജ് അക്വസിഷൻ ഈസ് ദ ഗാദറിങ് ഓർ കളക്ടിങ് നോളജ് ഫ്രം വേരിയസ് സോഴ്സസ്. ഈ നോളജ് അക്വസിഷൻ എന്ന് പറയുന്നത് ഗാദറിങ് ഓർ കളക്ടിങ് നോളജ് ഫ്രം വേരിയസ് സോഴ്സസ് നോളജ് കളക്ട് ചെയ്യുന്നതിനാണ് നോളജ് അക്വസിഷൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ആഡിങ് ന്യൂ നോളജ് ടു എ നോളജ് ബേസ് ആൻഡ് റിഫൈനിങ് ഓർ ഇംപ്രൂവിങ് നോളജ് ദാറ്റ് വാസ് പ്രീവിയസ്ലി അക്വയർഡ്. അതായത് ഈ നോളജ് അക്വസിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ആഡിങ് ന്യൂ നോളജ് ടു എ നോളജ് ബേസ്. ഈ നോളജ് ബേസിലേക്ക് ന്യൂ നോളജിനെ ആഡ് ചെയ്യും. അതുപോലെ തന്നെ റിഫൈനിങ് ഓർ ഇംപ്രൂവിങ് നോളജ് ദാറ്റ് വാസ് പ്രീവിയസ്ലി അക്വയർഡ്. റിഫൈനിങ് അല്ലെങ്കിൽ ഇംപ്രൂവിങ് നോളജ് ദാറ്റ് വാസ് പ്രീവിയസ്ലി അക്വയർഡ് ചെയ്ത നോളജിനെ ഇംപ്രൂവ് ചെയ്യും. ഈ നോളജ് അക്വസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡിങ് ന്യൂ നോളജ് ടു എ നോളജ് ബേസ്. നോളജ് ബേസിലേക്ക് പുതിയ നോളജിനെ ആഡ് ചെയ്യുന്നതാണ് നോളജ് അക്വസിഷൻ. അതേപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യും, പ്രീവിയസ്ലി അക്വയർഡ് ചെയ്ത നോളജിനെ ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് പറയുന്നത് അക്വസിഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്പാൻഡിങ് ദ capabilities ഓഫ് എ സിസ്റ്റം ഓർ ഇംപ്രൂവിങ് ഇറ്റ്സ് പെർഫോമൻസ് അറ്റ് സം സ്പെസിഫിക് ടാസ്ക്. ഈ അക്വസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് പ്രോസസ് ഓഫ് എക്സ്പാൻഡിങ് ദ capabilities ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ കേപ്പബിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഓർ ഇംപ്രൂവിങ് ഇറ്റ്സ് പെർഫോമൻസ് അറ്റ് സം സ്പെസിഫിക് ടാസ്ക്. സ്പെസിഫിക് ടാസ്കിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും നോളജ് അക്വസിഷൻ ഉപകാരപ്പെടും. സോ ഇറ്റ് ഈസ് ദ ഗോൾ ഓറിയൻറ്റഡ് ക്രിയേഷൻ ആൻഡ് റിഫൈൻമെൻറ്റ് ഓഫ് നോളജ്. അടുത്ത പോയിന്റ്, അക്വയർഡ് നോളജ് മേ കൺസിസ്റ്റ് ഓഫ് ഫാക്ട്സ്, റൂൾസ്, കൺസെപ്റ്റ്, പ്രൊസീജിയേഴ്സ്, ഹ്യൂറിസ്റ്റിക്സ്, ഫോർമുലാസ്, റിലേഷൻഷിപ്സ്, സ്റ്റാറ്റിക്സ് ഓർ എനി other യൂസ്ഫുൾ ഇൻഫർമേഷൻസ്. ഈ അക്വയർ ചെയ്യുന്ന നോളജിൽ റൂൾസ് ഉണ്ടാവാറുണ്ട്, കൺസെപ്റ്റ്, പ്രൊസീജിയേഴ്സ് അതൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ അടുത്ത പോയിന്റ്, സോഴ്സ് ഓഫ് ദിസ് നോളജ് മേ ബി എക്സ്പേർട്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് ഇൻട്രസ്റ്റ്, ടെക്സ്റ്റ് ബുക്സ്, ടെക്നിക്കൽ പേപ്പേഴ്സ്, ഡാറ്റാബേസ് റിപ്പോർട്ട്സ്, ജേർണൽസ് ആൻഡ് ദ എൻവിറോൺമെൻറ്റ്സ്. ഈ സോഴ്സ് ഓഫ് ദ നോളജ്, ഈ നോളജിൻ്റെ സോഴ്സ് മേ ബി എക്സ്പേർട്സ് ഇൻ ടെക്സ്റ്റ് ബുക്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ പേപ്പർ, ഡാറ്റാബേസ് റിപ്പോർട്ട് എന്നൊക്കെയാണ് നോളജിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ദ നോളജ് അക്വസിഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ഈ സ്പ്രെഡ് ഓവർ എൻ്റയർ ലൈഫ് ടൈംസ്. ഈ നോളജ് അക്വസിഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പിന്നെ ഇറ്റ് ഈസ് സ്പ്രെഡ് ഓവർ ദ എൻ്റയർ ലൈഫ് ടൈം. എക്സാമ്പിൾ ഓഫ് നോളജ് അക്വസിഷൻ ഈസ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് ആണ് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് മേ ബി പ്രോസസ് ഓഫ് ഓട്ടോണോമസ് നോളജ് ക്രിയേഷൻ ഓർ റിഫൈൻമെൻറ്റ്സ് ത്രൂ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. ഇത് പറയുന്ന ഒരു പ്രോസസ് ഓഫ് ഓട്ടോണോമസ് നോളജ് ക്രിയേഷൻ ആണ്, അല്ലെങ്കിൽ റിഫൈൻമെൻറ്റ് ത്രൂ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. ദ ന്യൂലി അക്വയർഡ് നോളജ് should be integrated with existing knowledge in some meaningful way. അതായത് പുതിയതായിട്ട് അക്വയർഡ് ചെയ്ത നോളജ് ഷുഡ് ബി ഇൻ്റഗ്രേറ്റഡ് വിത്ത് എക്സിസ്റ്റിംഗ് നോളജ്. ആദ്യമുള്ള നോളജിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും ഇൻ സം മീനിങ്ഫുൾ വേ. ദ നോളജ് ഷുഡ് ബി ആക്യുറേറ്റ്, നോൺ റിഡൻഡൻറ്റ്, കൺസിസ്റ്റൻറ്റ് ആൻഡ് ഫെയർലി കംപ്ലീറ്റ്.
അതായത് ഈ നോളജ് എന്ന് പറയുന്നത് അക്യുറേറ്റ്, അതേപോലെ നോൺ റിഡൻറ്റ്, കൺസിസ്റ്റൻറ്റ് ആൻഡ് ഫെയർലി കംപ്ലീറ്റഡ് ആവാം. നോളജ് അക്വസിഷൻ സപ്പോർട്ട്സ് ദ ആക്ടിവിറ്റീസ് ലൈക്ക് എൻറ്ററിങ് ദ നോളജ് ആൻഡ് മെയിൻറ്റെയിനിങ് നോളജ് ബേസ്. അതായത് ഈ നോളജ് അക്വസിഷൻ സപ്പോർട്ട് ചെയ്യും എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് ലൈക്ക് എൻറ്ററിങ് ദ നോളജ് എൻ്റർ ചെയ്യുന്നത്, അതേപോലെ തന്നെ മെയിൻറ്റെയിനിങ് നോളജ് ബേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ദ നോളജ് അക്വസിഷൻ പ്രോസസ് ഓൾസോ സെറ്റ്സ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഫോർ എക്സിസ്റ്റിംഗ് നോളജ് ടു റിഫൈൻ ദ നോളജ്. അതുപോലെ തന്നെ അക്വസിഷൻ പ്രോസസ്സിനെ സെറ്റ് ചെയ്യും. അതായത് ദ നോളജ് അക്വസിഷൻ പ്രോസസ് ഓൾസോ സെറ്റ്സ് ഡൈനാമിക് ഡാറ്റ. ഈ ഡൈനാമിക് ഡാറ്റേനെ നോളജ് അക്വസിഷൻ സെറ്റ് ചെയ്യും. അടുത്തത് ദ റോൾ ഓഫ് നോളജ് എൻജിനീയർ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഡെവലപ്പ് ദ റിഫൈൻമെൻറ്റ് ഓഫ് നോളജ്. അതായത് ഈ നോളജ് എൻജിനീയറുടെ റോൾ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. വിത്ത് റെസ്പെക്ട് ടു ഡെവലപ്പ് ദ റിഫൈൻമെൻറ്റ് ഓഫ് നോളജ്. നോളജ് എൻജിനീയർ മേ ബി ദ പ്രൊഫഷണൽ ഹു എലിക്ട് നോളജ് ഫ്രം എക്സ്പേർട്ട്. നോളജ് എൻജിനീയേഴ്സ് ചില വിഷയങ്ങളിൽ പ്രൊഫഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ എക്സ്പേർട്സിൻ്റെ കയ്യിൽ നിന്ന് നോളജ് അക്വയർ ചെയ്യും. അതുപോലെ തന്നെ നോളജൊക്കെ അണ്ടർസ്റ്റുഡ്. അതുപോലെ തന്നെ എക്സ്പേർട്സിൻ്റെ കയ്യിൽ നിന്ന് ഈ നോളജ് എൻജിനീയേഴ്സ് നോളജൊക്കെ കളക്ട് ചെയ്യും. അടുത്ത പോയിന്റ്, ദേ ഇൻ്റഗ്രേറ്റ് നോളജ് ഫ്രം വേരിയസ് സോഴ്സസ് ലൈക്ക് ക്രിയേറ്റ്സ് ആൻഡ് എഡിറ്റ്സ് കോഡ്, ഓപ്പറേറ്റ് ദ വേരിയസ് ഇൻറ്ററാക്റ്റീവ് ടൂൾസ്, ബിൽഡ് ദ നോളജ് ബേസ് എക്സെട്ര. അതായത് ഈ നോളജ് അക്വസിഷൻ എന്ന് പറയുമ്പോൾ ദേ ഇൻ്റഗ്രേറ്റ് നോളജ് ഫ്രം വേരിയസ് സോഴ്സസ് ലൈക്ക് ക്രിയേറ്റ്സ്, അതേപോലെ തന്നെ എഡിറ്റ് കോഡ്, ഓപ്പറേറ്റ് ദ വേരിയസ് ഇൻറ്ററാക്റ്റീവ് ടൂൾ, ബിൽഡിംഗ് ദ നോളജ് ബേസ് എക്സെട്ര. അടുത്തായിട്ടൊരു ഫിഗർ കാണാം. ഫിഗർ നോളജ് എൻജിനീയേഴ്സ് റോൾസ് ഇൻ ഇൻറ്ററാക്റ്റീവ് നോളജ് അക്വസിഷൻ. നോളജ് അക്വസിഷനിൽ എൻജിനീയേഴ്സിൻ്റെ റോളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇതിൽ കാണാം നോളജ് എൻജിനീയർ, ക്ലയൻറ്റ് 2, എക്സ്പേർട്ട് 2, എക്സ്പേർട്ട് 1, നോളജ് അക്വസിഷൻ, നോളജ് ബേസ്, എൻകോഡിംഗ്, കമ്പ്യൂട്ടർ നോളജ് ബേസ്, എക്സ്പേർട്ട് സിസ്റ്റം 2, ക്ലയൻറ്റ് 1. അടുത്തത് നോളജ് അക്വസിഷൻ ടെക്നിക്സ് ആണ്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് മെനി ടെക്നിക്സ് ഹാവ് ബീൻ ഡെവലപ്ഡ് ടു reduce knowledge from an expert. They are termed as knowledge acquisition techniques. ഇതിൽ ഫസ്റ്റ് ടെക്നിക്ക് നിങ്ങൾക്ക് കാണാം, ഡയഗ്രാം ബേസ്ഡ് ടെക്നിക്കാണ്. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് മെട്രിക്സ് ബേസ്ഡ് ടെക്നിക്ക്. മൂന്നാമത്തത് ഹൈറാർക്കി ജനറേഷൻ ടെക്നിക്ക്. നാലാമത്തെ പ്രോട്ടോകോൾ അനാലിസിസ് ടെക്നിക്സ്. അഞ്ചാമത്തെ പ്രോട്ടോകോൾ ജനറേഷൻ ടെക്നിക്ക്. ആറാമത്തെ സോർട്ടിംഗ് ടെക്നിക്ക്. ഇതേപോലെ 6 ടെക്നിക്സാണ് നോളജ് അക്വസിഷനുള്ളത്. In diagram-based technique, the generation and use of concept maps, event diagrams, and process maps. This technique captures the features like why, when, who, how, and where. The matrix-based technique involves the construction of grid indicating such things as problems encountered against possible solutions. ഈ ഡയഗ്രാം ബേസ്ഡ് ടെക്നിക്ക് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
Generation of concept map, event diagram and process map. ഈ കൺസെപ്റ്റ് മാപ്പിൻ്റെയും അതേപോലെ തന്നെ ഇവൻറ്റ് ഡയഗ്രാമത്തിൻ്റെയും അതേപോലെ പ്രോസസ് മാപ്പിൻ്റെയും ജനറേഷനാണ് വേണ്ടിയിട്ടാണ് ഈ ഡയഗ്രാം ബേസ്ഡ് ടെക്നിക്ക് യൂസ് ചെയ്യണത്. The matrix-based technique involves the construction of grids indicating such things as problems encountered against possible solutions. മെട്രിക്സ് ടെക്നിക്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവോൾവ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രിഡ്സ് ആണ് മെട്രിക്സ് ബേസ്ഡ് ടെക്നിക്കിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈറാർക്കിക്കൽ ടെക്നിക് ആർ യൂസ്ഡ് ടു ബിൽഡ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചേഴ്സ് ലൈക്ക് ട്രീസ്. ഈ ഹൈറാർക്കിക്കൽ ടെക്നിക് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറാർക്കിക്കൽ സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്യാൻ ലൈക്ക് ട്രീസ്. അടുത്ത പ്രോട്ടോകോൾ അനാലിസിസ് ടെക്നിക് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് നോളജ് ലൈക്ക് ഗോൾസ്, ഡിസിഷൻസ്, റിലേഷൻഷിപ്സ് എക്സെട്ര. ഈ പ്രോട്ടോകോൾ അനാലിസിസ് ടെക്നിക് എന്നിവ ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോളജിൻ്റെ ടൈപ്പ് ലൈക്ക് ഗോൾസ്, ഡിസിഷൻ, റിലേഷൻഷിപ്പ് എക്സെട്ര. അങ്ങനെ ദ പ്രോട്ടോകോൾ ജനറേഷൻ ടെക്നിക്സ് ഇൻക്ലൂഡ് various type of interviews like structured, semi-structured and unstructured. ഈ പ്രോട്ടോകോൾ ജനറേഷൻ ടെക്നിക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേരിയസ് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂസ് ലൈക്ക് സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രോട്ടോകോൾ ജനറേഷൻ ടെക്നിക്സിലാണ്. ദ മോസ്റ്റ് കോമൺ നോളജ് അക്വസിഷൻ ടെക്നിക് ഈസ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ. ദ കോമൺ ആയിട്ടുള്ള നോളജ് അക്വസിഷൻ ടെക്നിക് എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ്. അതേപോലെ തന്നെ ഇൻ്റർവ്യൂ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടെക്നിക് വിച്ച് മസ്റ്റ് ബി പ്ലാൻഡ് കെയർഫുള്ളി. ഇൻ്റർവ്യൂ പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് വിച്ച് മസ്റ്റ് ബി പ്ലാൻഡ് കെയർഫുള്ളി. ദി റിസൾട്ട് ഓഫ് ആൻ ഇൻ്റർവ്യൂ മസ്റ്റ് ബി വെരിഫൈഡ് ആൻഡ് വാലിഡേറ്റഡ്. ഈ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് must be verified and validated. Some common variations of an unstructured interview are talk through, teach through and read through. Some common variation of an unstructured interview are unstructured interview എന്നത് talk through, അതേപോലെ തന്നെ teach through, അതേപോലെ തന്നെ read through അങ്ങനെയായിരിക്കും. The knowledge engineer slowly learns about the problem. ഈ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് നോളജ് എഞ്ചിനീയർ വിശദമായിട്ട് പഠിക്കും. Then can build a representation of the knowledge. അപ്പോഴാണ് ഈ റെപ്രസെൻറ്റേഷനെ ബിൽഡ് ചെയ്യാൻ പറ്റുക. Can build a representation of the knowledge. In unstructured interview seldom provides complete or well-organized descriptions of cognitive processes because the domain are generally complex. ആണ്. The experts usually find it very difficult to express some more important knowledge. അതുപോലെ തന്നെ ഡാറ്റ അക്വയർഡ് ആർ often unrelated, exist at varying level of complexity and are difficult for the knowledge engineer to review. knowledge engineerക്ക് റിവ്യൂ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇൻ്റർപ്രറ്റ് ആൻഡ് ഇൻ്റഗ്രേറ്റ്. ഈ നോളജ് എഞ്ചിനീയർക്ക് റിവ്യൂ ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. But on the other hand, structured interviews are systematic, goal-oriented process. വേറൊരു സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. It forces an organized communication between the knowledge engineer and the expert.
ഇത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ നോളജ് എഞ്ചിനീയർ ആൻഡ് എക്സ്പേർട്ട്. ഇൻ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, interpersonal communication and analytical skills are very important. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൽ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും അനാലിറ്റിക്കൽ സ്കിൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.